ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 4-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടോപ്പിക്സാണുള്ളത്. ഒന്ന് റിലക്റ്റൻസ് മോട്ടറും, 2 സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടറും. 2 ടോപ്പിക്സാണ്. അതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന റിലക്റ്റൻസ് മോട്ടറിനെ പറ്റിയാണ്. റിലക്റ്റൻസ് മോട്ടർ, ആ റിലക്റ്റൻസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്കറിയാം, ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറിനാണ് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിലക്റ്റൻസ് മോട്ടറിൻ്റെ പേര് ഇങ്ങനെ വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഈ മോട്ടറിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മിനിമം റിലക്റ്റൻസ് പൊസിഷനിലാവാനേ ഇത് ശ്രമിക്കത്തുള്ളൂ. മിനിമം റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള രീതിയിൽ മാത്രമേ ഇത് മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. ഇത് സാധാരണ നമ്മുടെ AC മെഷീൻസിനെ പോലെ തന്നെ ഇതിനകത്ത് ഒരു സ്റ്റേറ്ററും ഉണ്ട്, റോട്ടറും ഉണ്ട്. ഈ റോട്ടർ എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ റോട്ടറിൻ്റെ മൂവ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മിനിമം റിലക്റ്റൻസ് പൊസിഷനിൽ അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഫെറോമാഗ്നറ്റിക് റോട്ടറിൻ്റെ മൂവ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേകതരം ടോർക്ക് എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ മെഷീനിൽ. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് മെഷീനിൽ ഒരു സ്പെഷ്യൽ ടോർക്ക് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ടോർക്കിനെ പറയുന്ന പേരാണ് റിലക്റ്റൻസ് ടോർക്ക്. ദിസ് റിലക്റ്റൻസ് ടോർക്ക് മേക്ക് ദി ഫെറോമാഗ്നറ്റിക് റോട്ടർ ടു മൂവ് ഇൻ എ പൊസിഷൻ വിച്ച് ഓൾവേസ് ഹാവ് ഗോട്ട് മിനിമം റിലക്റ്റൻസ് വാല്യൂ, അല്ലെങ്കിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിടത്തോട്ട് ഈ റോട്ടർ പൊസിഷൻ അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് റിലക്റ്റൻസ് ടോർക്ക്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ റോട്ടറിന് വൈൻഡിങ്സ് ഒന്നുമില്ല, സ്റ്റേറ്ററിന് വൈൻഡിങ് ഉണ്ട്, റോട്ടറിന് വൈൻഡിങ്സ് ഒന്നുമില്ല. പിന്നെ മാഗ്നറ്റിക് റിലക്റ്റൻസ് വെച്ചിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് റിലക്റ്റൻസ് പൊസിഷൻ മിനിമം ആക്കുന്ന രീതിയിൽ ഒരു ടോർക്ക് ഇവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സിങ്ക്രണസ്, വേരിയബിൾ, സ്വിച്ച്ഡ് റിലക്റ്റൻസ്, വേരിയബിൾ സ്റ്റെപ്പിംഗ് ഒക്കെ റിലക്റ്റൻസ് മോട്ടറിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിലക്റ്റൻസ് മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്ററും ഉണ്ട്, റോട്ടറും ഉണ്ട്. സ്റ്റേറ്ററിനകത്ത് ലാമിനേറ്റഡ് കൺസ്ട്രക്ഷനാണ്, അതിനകത്ത് സ്റ്റാമ്പിങ്സ് ഉണ്ട്. ഈ സ്റ്റാമ്പിങ്സിൻ്റെ പെരിഫറിക്കകത്ത് നമ്മൾ മറ്റു മെഷീനെ പറയുന്ന പോലെ സ്ലോട്ട്സ് ഉണ്ട്. ഈ സ്ലോട്ട്സിനകത്തായിരിക്കും നമ്മൾ വൈൻഡിങ്സ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ഈ സ്റ്റേറ്ററിനകത്ത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. അതിനെ പറയുന്ന പേര് മെയിൻ വൈൻഡിങ് എന്നാണ്. ഇനി നമുക്ക് ലാമിനേറ്റഡ് കൺസ്ട്രക്ഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റ് മെഷീൻസിനകത്ത് പറയുന്ന പോലെ നമ്മൾ ലാമിനേഷൻസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അയൺ ലോസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയലായിട്ടാണ് നമ്മൾ സ്റ്റാമ്പിങ്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസും തടയാൻ പറ്റും. This is all about the stator construction. Now coming to the rotor construction. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോട്ടറിനകത്ത് വൈൻഡിങ് ഒന്നുമേ ഇല്ല. പിന്നെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ റോട്ടർ ഉണ്ടാക്കിയേക്കുന്നത്. റോട്ടറിനകത്ത് നമ്മൾ സെപ്പറേറ്റ് സപ്ലൈ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ റിലക്റ്റൻസ്, അതായത് ഈ സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെയും എയർ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെയും ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ എത്രമാത്രം റിലക്റ്റൻസ് ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പം ഈ വേരിയബിൾ എയർ ഗ്യാപ്പ് ഉണ്ടാവുന്നിടത്തോളം കാലം അത്രയും വേരിയേഷൻ വരും, റിലക്റ്റൻസിനും അത്രയും വേരിയേഷൻ വരും റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ റൊട്ടേഷൻ ചെയ്യുന്ന അനുസരിച്ച്, റോട്ടർ പൊസിഷൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് വൈൻഡിങ്സിൻ്റെ ഇൻഡക്റ്റൻസും വേരി ചെയ്യും. Now moving on to the working of the reluctance motor. Reluctance മോട്ടറിനകത്ത് സ്റ്റേറ്ററും ഉണ്ട്, റോട്ടറും ഉണ്ട്. സ്റ്റേറ്ററിനകത്ത് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, മെയിൻ വൈൻഡിങ്. റോട്ടറിനകത്ത് വൈൻഡിങ്സ് ഒന്നും ഇല്ല, എന്നാൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്ററിനകത്ത് മാത്രമേ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുള്ളൂ. ഒറ്റ വൈൻഡിങ് മാത്രമേ ഉണ്ടായതുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് ആക്കാൻ പറ്റത്തില്ല. സോ ഇൻ ഓർഡർ ടു മേക്ക് ദി മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റിംഗ് നമുക്ക് അവിടെ ഒരു ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, അവിടെ ഒരു കറണ്ടുകൾ തമ്മിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ചെയ്യുന്നത് പോലെ നമ്മൾ എക്സ്ട്രാ ഒരു വൈൻഡിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൻ ഓർഡർ ടു മേക്ക് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ പറയുന്ന പേരാണ് ഓക്സിലറി വൈൻഡിങ്. സോ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്ത് along with main winding we are adding auxiliary winding. എന്നിട്ട് നമ്മൾ സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഉണ്ടാക്കിയേക്കുന്ന റോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടഡ് അലൂമിനിയം ബാസ് ആണുള്ളത്. അത് കണക്ക് തന്നെ എപ്പോഴും ഈ റോട്ടർ സ്റ്റേറ്റർ കൊണ്ടുണ്ടാക്കുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്സിസിൽ എപ്പോഴും അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അറ്റ് ദി സെയിം ടൈം ആ അലൈൻ ചെയ്യുന്ന സമയത്ത് മിനിമം റിലക്റ്റൻസ് പൊസിഷൻ ആവാനേ അത് നോക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പണ്ട് മോട്ടറിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പഠിച്ച പോലെ തന്നെ ആദ്യം നമ്മൾ സിംഗിൾ ഫേസ് AC സപ്ലൈ നമ്മുടെ സ്റ്റേറ്ററിനകത്ത് കൊടുക്കുമ്പം ഓക്സിലറി വൈൻഡിങ് കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പ് വഴി സ്റ്റേഷനറി
ആയിട്ടിരിക്കുന്ന റോട്ടറിനെ കട്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ട് സർക്യൂട്ടഡ് എൻബാസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു EMF ഉണ്ടാവും. EMF കാരണം കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന്റെ പ്രത്യേകത ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ റോട്ടർ, അപ്പം ആ ടോർക്ക് കാരണം റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴും ഈ റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടർ ഈ സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്സിസിന് അലൈൻഡ് ആയിട്ടായിരിക്കും അത് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ റോട്ടർ എപ്പോഴും ഒരു സിങ്ക്രണസ് സ്പീഡിന് അടുപ്പിച്ചിട്ടായിരിക്കും, നിയർ ടു സിങ്ക്രണസ് സ്പീഡായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിനെ പോലെ തന്നെ എപ്പോഴെങ്കിലും ഈ റോട്ടർ സ്പീഡ് നമ്മുടെ സിങ്ക്രണസ് സ്പീഡിനെക്കാട്ടിലും എപ്പോഴെങ്കിലും ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ നമ്മുടെ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഈ റോട്ടറിനെ സിങ്ക്രണസ് സ്പീഡിലോട്ട് ആക്കാനായിട്ട് ശ്രമിക്കും. അത് ആര് വഴിയെന്ന് വെച്ചാൽ റിലക്റ്റൻസ് ടോർക്ക് വഴി മിനിമം റിലക്റ്റൻസ് പൊസിഷനോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്തോട്ടായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് റോട്ടർ ശ്രമിക്കും. ഓൺലി ബിക്കോസ് ഓഫ് ദി എക്സേർഷൻ ഓഫ് റിലക്റ്റൻസ് ടോർക്ക്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഇനി അതിനുശേഷം പിന്നെ സിങ്ക്രണസ് സ്പീഡിൽ ലൈക്ക് സിങ്ക്രണസ് മോട്ടർ ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. Now moving on to the torque speed characteristics of reluctance motor. സ്റ്റാർട്ടിംഗ് ടോർക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് റോട്ടറിൻ്റെ പൊസിഷനെ വെച്ച് തന്നെ ആയിരിക്കും. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഫുൾ ലോഡ് ടോർക്കിൻ്റെ 300 to 400% വരെ വേരി ചെയ്യും. ഇനി മോട്ടർ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യും അപ് ടു 200% ഓഫ് ദി ഫുൾ ലോഡ് ടോർക്ക്. 200% ഓഫ് ഫുൾ ലോഡ് ടോർക്കിൻ്റെ വാല്യൂ വരെ എപ്പോഴും മോട്ടർ ഒരേ സ്പീഡിൽ തന്നെ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഇതിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്യുവാണ് ടു എ സർട്ടൻ പോയിന്റ്, ആ സർട്ടൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡ് ടോർക്കിനെക്കാട്ടിലും എക്സീഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലോഡ് കൊടുക്കുവാണെങ്കിൽ, ഫുൾ ലോഡ് ടോർക്കിനെ മാറ്റുന്ന രീതിയിൽ ലോഡ് കൊടുക്കുവാണെങ്കിൽ മോട്ടറിൻ്റെ ആ സിങ്ക്രണസം പ്രോപ്പർട്ടി, അതായത് ഈ റോട്ടർ സിങ്ക്രണസ് സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതിനുശേഷം അത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ട് തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ അപ് ടു 500% ഓഫ് ഇറ്റ്സ് റേറ്റഡ് ടോർക്ക്. അതായത് അതിൽ പുൾ ഔട്ട് ടോർക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുൾ ഔട്ട് ടോർക്ക് ഇസ് ദ മാക്സിമം ടോർക്ക് അപ് ടു വിച്ച് ദ റോട്ടർ വിൽ ബി റൊട്ടേറ്റിംഗ് വിത്തിൻ ദി സിങ്ക്രണസ് സ്പീഡ്. സിങ്ക്രണസം നഷ്ടപ്പെടാതെ റോട്ടർ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ മാക്സിമം ടോർക്കിനെയാണ് നമ്മൾ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോട്ടറിൻ്റെ ലോഡ് കൂടുതലായിട്ടും കൂട്ടുവാണ്, പുൾ ഔട്ട് ടോർക്കിനെക്കാട്ടിലും എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോഡ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ മെഷീൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ട് തന്നെ ആക്ട് ചെയ്യത്തുള്ളൂ till 500% of the rated torque. So this is all about the torque speed characteristics of the reluctance motor. So advantages of reluctance motor എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റോട്ടറിന് DC സപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷേ സിങ്ക്രണസ് മോട്ടറിനകത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് DC സപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റോബസ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ, പിന്നെ അധികം മെയിൻ്റെനൻസ് ഈ മോട്ടറിന് വേണ്ട. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ലെസ് എഫിഷ്യൻ്റ് ആണ്. പിന്നെ നമുക്കിതിനകത്ത് പുവർ പവർ ഫാക്ടർ ആണ്. കാരണം എന്ന് വെച്ചാൽ പവർ ഫാക്ടർ കുറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസ് മോട്ടറിനകത്ത് നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അത് അൺഎക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ കുറവായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ കമ്പയർഡ് ടു അതർ ഇൻഡക്ഷൻ മെഷീൻസ്. പിന്നെ ഇതിന് ലോ ഇനർഷ്യ റോട്ടറാണുള്ളത്. പിന്നെ കുറേ ലോഡ് കൂടുന്നതനുസരിച്ച് ഇതിന് സിങ്ക്രണസം പ്രോപ്പർട്ടിയിൽ നിന്ന് പുൾ ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി, അതായത് സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനത് പറ്റത്തില്ല ലോഡ് കൂടുന്നതനുസരിച്ച്. അത് നമ്മൾ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. നൗ കമ്മിങ് ടു ദി ആപ്ലിക്കേഷൻസ് ഓഫ് reluctance motor, it is used in signaling devices, control apparatus, automatic regulators, recording instruments, teleprinters and gramophones.